ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും നിശബ്ദതയാണ്. എല്ലാ ലീഡർമാരുടെ ഗ്രൂപ്പുകൾ അടക്കം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടോടി നമ്മുടെ മിസ്റ്റർ അയ്യൂബ് ഖാൻ, തളരാത്ത പോരാളി, 1, 2, 3 കമ്പനികളിൽ ചേർന്ന പോരാളി ഇപ്പോൾ ഇന്നൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ഹൈറിച്ച് എന്ന സംഭവത്തിൻ്റെ ഏതാണ്ട് അവനും ബോധ്യമായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു വരില്ല എന്ന് ബോധ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു ക്രിപ്റ്റോ ബിസിനസ്സും അതിൻ്റെ കൂടെ ഓക്സിജനോയും പിന്നെ ചാനൽ ഒന്ന് പുഷ്ടിപ്പെടുത്താനുമുള്ള തീരുമാനമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഹൈറിച്ചിനെ കുറിച്ച് അങ്ങനെ വീഡിയോ ചെയ്യില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ അതും പറയാം. ഹൈറിച്ചിൻ്റെ ആൾക്കാരായി വന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒന്നുകിൽ ലൈക്ക് തുടരുക, അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോവുക എന്നുള്ള ഒരു നിർദ്ദേശവും അയാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്രിപ്റ്റോ നല്ല പ്രൊജക്റ്റും ഫ്യൂച്ചറും ഒക്കെയുള്ള ക്രിപ്റ്റോ ആണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ജിനൽ ജോസഫിനെയൊക്കെ അതിൻ്റെ പാത പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ വിധി വേഗം തന്നെ തീരുമാനിക്കപ്പെടും എന്നാണ് പറയാനുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഓക്സിജനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നത് 3600 കോടി രൂപ തട്ടിച്ചുണ്ടാക്കിയ കമ്പനിയേക്കാൾ വലിയ കമ്പനിയാണ് എന്നാണ്. എന്ത് പറ്റി? അത് ഓക്സിജനോയിൽ ആരും തന്നെ സാധനങ്ങൾ വാങ്ങുന്നില്ലേ? 200 രൂപയുടെയും 300 രൂപയുടെയും 48 രൂപയുടെയും സാധനങ്ങൾ 2500-ഉം 2999-ഉം 3999-ൻ്റെയും വിലയിട്ടിട്ട് ആരും വാങ്ങുന്നില്ല എന്നാണോ? 10,000-ൻ്റെ പ്രൊജക്റ്റുകളൊക്കെ, 10,000-ൻ്റെ ഡെപ്പോസിറ്റ് സ്കീം പോലെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ ക്രിപ്റ്റോയുടെ പുറകിലൊക്കെ പോകുന്നത്? അറിയായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് വലിയ പണക്കാരനാവാൻ വേണ്ടിയിട്ടാണോ? സംശയമാണ്. Bye.